നാളായിട്ടുള്ള ആഗ്രഹമാണ് ദുബായ് ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. കുഞ്ഞിലെ മുതലുള്ള ആഗ്രഹമാണെങ്കിൽ പോലും ഇപ്പോഴാണ് അതിനുള്ളൊരു സാഹചര്യം ഒത്തുവന്നത്. അപ്പോൾ ഞാൻ ദുബായിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവിടെ എത്താറായി. എയർപോർട്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആദ്യം ദുബായ് ഇഷ്ടമായില്ല. എന്നാലും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് ഇഷ്ടമൊക്കെ തോന്നി കേട്ടോ. ദുബായ് മോളിൽ നിന്നായിരുന്നു തുടക്കം. ദുബായ് മോളിലൊരു ഫേമസ് ഇലസ്ട്രേഷനാണിത്. ഇതിനുശേഷം അവിടുത്തെ അണ്ടർ വാട്ടർ സൂ കാണാനാണ് പോയത്. ഇതൊരു മോളിൻ്റെ ഉള്ളിലാണെന്ന് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ.
തിരിച്ചു പോകുന്ന വഴിക്ക് വളരെ ഭംഗിയുള്ളൊരു ബിൽഡിങ് കാണാൻ പറ്റി. ഈ ബിൽഡിങ് ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ നേരിട്ടും. ഇതാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ബിൽഡിങ്. ഈ ബിൽഡിങ് ആക്ച്വലി നമ്മൾ നാളെ രാവിലെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ട്. എന്നാലും നൈറ്റിലുള്ള വ്യൂ ഭയങ്കര ഭംഗിയാണ്. ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് വളരെ രസമുള്ള ഒരു കാഴ്ചയാണ് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. എലിവേറ്ററൊക്കെ അടിപൊളിയാണെങ്കിൽ പോലും ഞാൻ പ്രിഫർ ചെയ്തത് നടന്നു പോകാൻ കേട്ടോ. കാരണം ഓരോ ഫ്ലോറിലുള്ള ഭംഗി നമ്മൾ ഈ സ്റ്റെപ്പിലൂടെ ഇറങ്ങി പോകുമ്പം നമുക്ക് കുറച്ച് കാണാൻ പറ്റും. കുറച്ചായിട്ട് നമുക്ക് താഴത്തെ ഫ്ലോറുകൾ കാണാൻ പറ്റും. അതൊരു പ്രത്യേകതരം കാഴ്ചയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പോയത്. അപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് ഞാൻ കടന്നു. ഇതെന്ന് പറയുന്ന ഒരു സെൽഫ് ഹീലിംഗ് ഒരു റൂമാണ്. ഇതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മളുടെ മനസ്സിനെയും നമ്മുടെ എന്താ പറയുക സ്പർശനത്തെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ ഹീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവർക്ക്. അതിനുശേഷം നമ്മളൊരു DNA കളക്ഷൻ സെൻറ്ററിലേക്ക് വന്നു. ഇത് ആർട്ടിഫിഷ്യൽ ആണോ എന്നൊന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. 2400ഓളം DNAs സൂക്ഷിച്ചിരിക്കുന്ന ഒരു റൂമാണ്. ഈ റൂമിൽ ആക്ച്വലി പ്ലാന്റ്സിൻ്റെയും അതേപോലെ തന്നെ മനുഷ്യന്മാരുടെയും അതുപോലെ മൃഗങ്ങളുടെയും അങ്ങനെ പല പല ജീവജാലങ്ങളുടെയും DNAs സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. കേൾക്കുമ്പം ഭയങ്കര വിയേർഡായിട്ട് തോന്നുമെങ്കിലും ഈ റൂം കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വളരെ ഭംഗിയാണ്. ഏതോ സിനിമയിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. മേ ബി ഇവരുടെ ഈ ഒരു കോൺസെപ്റ്റ് എടുത്തിട്ടായിരിക്കും ആ മൂവിയിൽ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഒരു ലൈറ്റ് ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോയത്. ഇത് ഭംഗിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഞാൻ കുറച്ച് നേരമൊക്കെ അവിടുത്തെ ഈ മ്യൂസിക് ആൻഡ് ലൈറ്റ് ഷോ ഒക്കെ കണ്ടുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി പോവുക ചെയ്തത്. കാരണം ഒരുപാട് നേരം നമുക്ക് അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രം എനിക്ക് അത്രയും ഒന്നും തോന്നിയില്ല. എന്നാൽ പോലും ഒരു ഭംഗിയുണ്ട്. നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം കാണുമ്പോൾ അതിനൊരു ഭംഗി എപ്പോഴും തോന്നുമല്ലോ. അപ്പോൾ ആ ഭംഗി ആസ്വദിച്ച് കുറച്ച് നേരം നിന്നിട്ട് ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോയി. അപ്പോഴാണ് ഒരു റോബോട്ടിന് ശ്രദ്ധയിൽ പെട്ടത്. റോബോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ജസ്റ്റ് ഒരു സാമ്പിൾ റോബോട്ട് മാത്രമാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ റോബോട്ട് സംസാരിക്കും. അതൊരു ഭംഗിയുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി.
പിന്നീട് പോയത് ദുബായിലെ ഡെസേർട്ട് സഫാരിക്കാണ്. ഡെസേർട്ട് സഫാരിക്ക് മുന്നേ നമ്മളെ ഒരു സ്റ്റോപ്പിൽ നമ്മുടെ ടൂർ ഗൈഡ് കൊണ്ട് ആക്കും. അവിടെയാണ് നമുക്ക് ഈ റൈഡൊക്കെ കാണാൻ പറ്റുന്നത്. തൽക്കാലം ഞാനിത് എൻജോയ് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ വണ്ടിയിൽ കയറിയിട്ട് ഡെസേർട്ട് സഫാരിക്ക് പോകാൻ വേണ്ടി പോവാണ്. ആദ്യം ഡ്യൂൺ ഡാഷിംഗ് ആണ്. ഡ്യൂൺ ഡാഷിങ് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു റിലാക്സിങ് പോയിന്റിൽ ചെന്ന് ഒരു റെസ്റ്റൊക്കെ എടുത്ത് പിന്നെയാണ് നമ്മൾ ക്യാമ്പിങ്ങിലേക്ക് പോകുന്നത്. ഇതൊക്കെ വിശദമായിട്ട് നമ്മുടെ ഗൈഡ് പറഞ്ഞു തരും കേട്ടോ. നിങ്ങളെപ്പോഴും ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നല്ലൊരു ടൂർ ഗൈഡ് ആയിട്ട് മാത്രമേ നിങ്ങളിത് പോകാൻ പാടുള്ളൂ എന്നാണ്. അതിന് ഏറ്റവും അധികം സഹായിക്കുന്നത് നിങ്ങൾക്ക് ദുബായിൽ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വഴി മാത്രം ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കുറേ പാക്കേജസ് നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും. അങ്ങനെ ചതി പറ്റാതിരിക്കാനാണ് ഞാൻ നേരത്തെ പറയുന്നത്. ഇപ്പോൾ ഡ്യൂൺ ഡാഷിംഗ് ഒക്കെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനിടയിൽ നമ്മൾ മുൾമുനയിലൊക്കെ കൊണ്ട് നിർത്തും നമ്മുടെ ടൂർ ഗൈഡ്. എത്രത്തോളം നല്ല ടൂർ ഗൈഡാണോ നമുക്ക് കിട്ടുന്നത് അത്രത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അറബിക് മ്യൂസിക് ഹൈ വോളിയത്തിൽ വെച്ചിട്ടാണ് ഇവർ ഈ വണ്ടിയിൽ കൊണ്ടുവന്നത്. ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വണ്ടി ഇപ്പം മറിഞ്ഞു വീഴും, അയ്യോ ഭയങ്കര പ്രശ്നമാണല്ലോ എന്നൊക്കെ. പക്ഷേ വളരെ സേഫായിട്ട് തന്നെയാണ് ഇവർ കൊണ്ടുവരുന്നത്. കാരണം ഇവർ അത്രയും നന്നായിട്ട് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഈ ഡ്യൂൺ ഡാഷിങ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ക്യാമ്പ് വളരെ ഭംഗിയുള്ളതാണെന്ന് നമ്മുടെ ഗൈഡ് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഞാൻ വേറെ ക്യാമ്പൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പുള്ളിനെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അകത്ത് ഒരുപാട് ആൾക്കാർ, ഒരു സൈഡിൽ ഹുക്ക വലിക്കുന്നവരുണ്ട്, ഒരു സൈഡിൽ ഫുഡിൻ്റെ സെക്ഷനുണ്ട്, ഒരു സൈഡിൽ ഹെന്ന ആർട്ടിസ്റ്റുകളുണ്ട്, ഒരു സൈഡിൽ ക്യാമൽ റൈഡ് നടക്കുന്നുണ്ട്, പിന്നെ ഒരു വലിയ സ്റ്റേജ് ഉണ്ട്. അങ്ങനെ പല പല കാഴ്ചകൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അങ്ങനെ ഓരോ പ്രോഗ്രാംസായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു അറബിക് ഡാൻസ് ആയിരുന്നു, പിന്നീട് ഒരു ട്രഡീഷണൽ ഡാൻസ് ആയിരുന്നു, അതിനുശേഷം ലൈറ്റ് ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം, അതായത് നമ്മുടെ ബെല്ലി ഡാൻസ്. സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ബെല്ലി ഡാൻസ് നേരിട്ട് കാണാൻ പറ്റി. ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഡാൻസ് ആക്ച്വലി. പക്ഷേ അവരുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടും നല്ല മ്യൂസിക് ആയിരുന്നതുകൊണ്ടും കുറേ നേരം അത് കണ്ടുകൊണ്ടിരുന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി.